ഇറാനും അമേരിക്കയും ഇന്ന് നടത്താനിരുന്ന സമാധാന ചർച്ച റദ്ദാക്കി. അതോടെ ഹോർമുസ് കടൽ അടച്ചതായിട്ട് ഇറാൻ പ്രഖ്യാപിക്കുകയും ചെയ്തു. മുമ്പത്തെ അതേ രീതിയിലുള്ള അവസ്ഥാ സാഹചര്യങ്ങൾ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി എന്ന് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് മീഡിയകൾ അഭിപ്രായപ്പെടുന്നു. ഇസ്രായേൽ കലമുടച്ചതായി പടിഞ്ഞാറൻ മീഡിയകൾ ഇപ്പോഴത്തെ റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് വിവരങ്ങൾ അവർ പറയുന്നത് ഇങ്ങനെയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ സമാധാനമായിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കടക്കുകയായിരുന്നു. ആ സമയത്താണ് കരാർ വ്യവസ്ഥയുടെ പ്രധാനമായിരിക്കുന്ന ഭാഗങ്ങളിൽ ഒന്നായിരിക്കുന്ന ലെബനാൻ ആക്രമിക്കരുത് എന്നുള്ള പ്രത്യേകമായിരിക്കുന്ന ഒരു നിർദ്ദേശം ഇറാൻ മുന്നോട്ട് വെക്കുകയും അത് അമേരിക്ക അംഗീകരിക്കുകയും ചെയ്തു. എന്നാൽ ആക്രമിച്ചു എന്ന് മാത്രമല്ല, വലിയ നാശനഷ്ടങ്ങളൊക്കെ ആ മേഖല ഉണ്ടായിട്ടുണ്ട് എന്നതിനാൽ ഇന്ന് നടത്താനിരുന്ന ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യം മുൻപത്തെ കരാർ വ്യവസ്ഥയുടെ ലംഘനം എന്ന തരത്തിൽ റദ്ദാക്കുന്നതായി ഇറാൻ പ്രഖ്യാപിച്ചു. JD വാൻസ് വൈസ് പ്രസിഡന്റാണ്. അദ്ദേഹം അങ്ങോട്ടുള്ള യാത്ര, വിയന്നയിലേക്ക് ഇന്ന് യാത്ര പോകണമെന്ന് തീരുമാനിച്ചത് അത് റദ്ദാക്കി. അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സംവിധാനം നിർത്തപ്പെട്ടതായിരിക്കുന്ന കാര്യങ്ങൾ പുറത്തു വരികയും ചെയ്തു. സോഷ്യൽ ട്രൂത്തിലൂടെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരണങ്ങളൊന്നും അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയിട്ടില്ല എന്നൊരു പ്രത്യേകതയുണ്ട്. അതിനോടനുബന്ധിച്ച് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സമാധാന ചർച്ച അവസാനിച്ചിട്ടൊന്നുമില്ല, അത് തുടരുന്നതാണ്, തീർച്ചയായിട്ടും ലക്ഷ്യം കാണും എന്നൊരു പരാമർശം മാത്രമാണ് ഇന്നത്തെ നടത്തിയത്. ഇതിൻ്റെ കാര്യകാരണത്തെക്കുറിച്ച് വിശദീകരണ കുറിപ്പുകളൊന്നും കാണാൻ വേണ്ടി സാധിച്ചിട്ടുമില്ല. അപ്പോൾ ഇറാൻ നേരെ മറിച്ച വളരെ കൃത്യതയോടുകൂടി അതിനെ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടുണ്ട്. ആ പ്രതികരണത്തിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ കാണാൻ വേണ്ടി സാധിക്കുന്നു. ഹോർമുസ് കടലിടുക്ക് അടച്ചിരിക്കുന്നു. ലെബനാനിൽ നിന്ന് ഇസ്രായേൽ പിന്മാറുകയാണ് പ്രധാനമായിരിക്കുന്ന ലക്ഷ്യം. അതവർ പാലിച്ചിട്ടില്ല. ഉപരോധം പൂർണ്ണമായി നീക്കണം കരാർ വ്യവസ്ഥയിൽ പറയുന്നുണ്ട്. അത് അമേരിക്ക ചെയ്തിട്ടില്ല. പേർഷ്യൻ ഗൾഫിൽ നിന്നും മേഖലയിൽ നിന്നും അമേരിക്കയുടെ ഭീകരസേനയെ പിൻവലിക്കണം എന്നുള്ള പരാമർശമാണ് ചില ഭാഗങ്ങളൊക്കെ കാണുന്നത്. അത് അതിഗൗരവമായ രീതിയിൽ ഇറാൻ കൊടുത്തു തന്നെയാണ് എന്ന് പറയുന്നു. ഏതായിരുന്നാലും ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അമേരിക്കയുടെ സൈന്യത്തെ പൂർണ്ണമായി പിൻവലിക്കുക എന്നുള്ളത് കരാർ വ്യവസ്ഥയുടെ ഭാഗമാണ്. ഈ വ്യവസ്ഥ പാലിക്കാത്തിടത്തോളം കാലം തങ്ങൾ ഹോർമുസ് കടൽ തുറക്കുകയില്ല. അതങ്ങനെ തന്നെ ഉണ്ടാവും. പണം നൽകിയിട്ട് പ്രവേശിക്കുക എന്ന് കരുതേണ്ട, അതുപോലും തൽക്കാലത്തേക്ക് തങ്ങൾ നിർത്തിവെച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ഈ കരാർ വ്യവസ്ഥ ലംഘിച്ചുകൊണ്ട് ഏതെങ്കിലും കപ്പൽ കടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും തങ്ങൾ വെടിവെക്കും, മാരകമായിരിക്കുന്ന ആക്രമണം ഉണ്ടാവും, അതിൻ്റെ ഭവിഷ്യത്തുകൾ അനുഭവിക്കേണ്ടി വരും, ഉത്തരവാദിത്വം ഇറാൻ ആയിരിക്കില്ല എന്നുള്ള കാര്യം കൂടി അത് തുറന്ന് പറഞ്ഞു. അപ്പോൾ ലെബനാനിലെ സംഘർഷവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് ഏറ്റവും പ്രധാനമായിരിക്കുന്ന കാര്യം. അത് ഇസ്രായേലിനെതിരെയുള്ള നയനിലപാടായിട്ട് ഇറാൻ അത് കൂട്ടിച്ചേർത്തതാണ്. അപ്പോൾ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇറാൻ മുന്നോട്ട് വെക്കപ്പെട്ട നിർദ്ദേശങ്ങൾ അപ്പാടെ അമേരിക്ക പാലിക്കുകയും അതോടൊപ്പം തന്നെ യുദ്ധം ചെയ്യാതെ തന്നെ ഇസ്രായേലിനെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് ലെബനാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ സാധ്യമാവുകയും ചെയ്യും. അങ്ങനെ രണ്ട് പക്ഷിയെ കൊല്ലുക എന്നുള്ളതാണ് ഇറാൻ്റെ ഉദ്ദേശം. അത് ഏറെക്കുറെ സാധ്യമാകുന്നിടത്തേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യുന്നു. അപ്പോൾ ഇപ്പോൾ പറയുന്ന കാര്യം ഇങ്ങനെയാണ്. സമാധാന ചർച്ചയിൽ നിന്ന് പൂർണ്ണമായ രീതിയിൽ ഇറാൻ പിന്മാറിയിരിക്കുന്നു. ഇനിയൊരു മുന്നറിയിപ്പ് ഉണ്ടാകുന്നവരെ അത്തരം ഒരു ചർച്ചാ സംബന്ധമായ കാര്യങ്ങൾ ഉണ്ടാവില്ല. യാത്രാ ക്രമീകരണ ബുദ്ധിമുട്ടുകൾ, അതായത് ലോജിസ്റ്റിക് പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ടതുകൊണ്ടാണ് തങ്ങൾ അങ്ങോട്ട് വിയന്നയിലേക്ക് പോകാത്തത് എന്ന് അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് JD വാൻസൺ പറഞ്ഞതായിരിക്കുന്ന ഒരു റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എവിടെയും ഒരു പിടുത്തം കിട്ടുന്നില്ല. പ്രത്യേകിച്ച് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക ഇസ്രായേലുമായിട്ട് കൂടിയാലോചിക്കുക, അവരുമായിട്ട് ചർച്ച ചെയ്യുക, അതും ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട യാതൊരു രീതിയിലുള്ള സമീപനം ഇവരുമായിട്ട് ചെയ്യുന്നില്ല എന്നുള്ള അവർക്ക് വലിയ രീതിയിൽ നിരാശയും പ്രയാസം ഉണ്ടാക്കിയിരിക്കുന്ന കാര്യമാണ്. ലോകമേറെ പ്രതീക്ഷയിലായിരുന്നു ഈ ഒരു കരാർ വ്യവസ്ഥ പാലിക്കപ്പെടും, പരസ്പരം അംഗീകരിക്കും, ഹോർമുസുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തീരാൻ പോവുകയാണ്. വലിയ ആശ്വാസം യഥാർത്ഥത്തിൽ അറേബ്യൻ രാജ്യങ്ങൾക്ക് പോലും ഉണ്ടായിരുന്നു. അതെല്ലാം യഥാർത്ഥത്തിൽ വെള്ളത്തിൽ വീണിരിക്കുന്ന സ്ഥിതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ പൂർണ്ണമായിരിക്കുന്ന പരാജയം ഏറ്റുവാങ്ങേണ്ട സ്ഥിതിയാണ് നിലവിൽ സംജാതമായത് എന്ന് അവർ തന്നെ സ്ഥിരീകരിക്കുകയാണ്. കാര്യമെന്ന് പറഞ്ഞാൽ ഇത്രയും കാലത്തിനിടയിൽ ഇല്ലാത്ത ഒരു പ്രതിരോധ സംവിധാനമാണ് ഇറാൻ ഇപ്പോൾ വെച്ച് പുലർത്തുന്നത്. ലെബനാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഇസ്രായേലിൻ്റെ ആഭ്യന്തര വിഷയമാണ്, അത് അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് തങ്ങൾ തന്നെ തീർക്കേണ്ട കാര്യമാണ് എന്നൊക്കെ പറഞ്ഞു നിൽക്കുന്നുണ്ട് ഇസ്രായേൽ. എങ്കിൽ പോലും ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. അങ്ങനെയാണ് അവിടെ ഇപ്പോൾ ഇറാൻ്റെ പ്രബലമായിരിക്കുന്ന ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. എന്തിനാണ് ഇറാൻ ഇടപെട്ടത് എന്ന ചോദ്യത്തിനും
ഇറാൻ്റെ ഭാഗത്തുനിന്ന് വളരെ കൃത്യതയോടുകൂടി ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഞ്ചി ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കൃത്യതയോടൊരു മറുപടി നൽകിയിരിക്കുന്നത്. ആ മറുപടി ഇങ്ങനെയാണ്: അമേരിക്കയ്ക്ക് ഇസ്രായേലിൻ്റെ വിഷയത്തിൽ ഇടപെടാമെങ്കിൽ എന്തുകൊണ്ട് ഇറാന് ലെബനാൻ്റെ വിഷയത്തിൽ ഇടപെടാൻ പറ്റില്ല? ഞങ്ങൾക്കാവാൻ പാടില്ല എന്ന് പറയാനൊന്നും നിങ്ങൾക്ക് അധികാരമില്ല. ആ അധികാരമൊന്നും തങ്ങളോട്ട് അംഗീകരിച്ച് തരികയില്ല എന്നുള്ളതാണ് അതിൻ്റെ മറുപടി. ഏതായിരുന്നാലും ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഹോർമുസ് കടൽ അടച്ചതോടുകൂടി വല്ലാത്ത രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവാനുള്ള സാധ്യതയും വളരെ കൂടുതലായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ നിലവിൽ ഹോർമുസ് കടൽ തുറന്നതോടുകൂടി തന്നെ ഡോളറിൻ്റെ ഈ ഗൂഡോലിൻ്റെ വില വല്ലാത്ത രീതിയിൽ ഇടിഞ്ഞു പോയിരുന്നു. 110, 115 മേലൊക്കെ കയറിയിട്ടുണ്ട്. ഒരു പ്രാവശ്യം 120 തന്നെ ആയിട്ടുണ്ട്. അത് ഇടിഞ്ഞിട്ട് 85 നിന്ന് താഴെ ഇറങ്ങി ഏകദേശം $70 ഇപ്പോൾ ഒരു ബാരൽ എണ്ണ ഇറാൻ്റെ ഭാഗത്തുനിന്ന് വിൽപ്പന നടത്തിയത് എന്ന റിപ്പോർട്ടും നമ്മൾ കിട്ടിയതാണ്. അപ്പോൾ ആ ഒരു സ്ഥിതിയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇറാനും അത് ബാധിക്കും. പക്ഷേ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ വളരെ ബുദ്ധിപരമായിരിക്കുന്ന ചില ഇടപെടലുകളൊക്കെ നടത്തിയിട്ടുണ്ട്. ആ വിഷയത്തിൻ്റെ വളരെ കൃത്യമായിരിക്കുന്ന വിശദീകരണം നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഇത് എപ്പോഴാണ് അടക്കുക എന്ന് പറയാനൊന്നും പറ്റില്ല. എന്നിട്ട് അവർ ബില്യൺ കണക്കിന് ഡോളർ ശേഖരിക്കാൻ പാകത്തിൽ അവരുടെ ഈ എണ്ണക്കപ്പലുകളെ ലോക വിപണിയിലേക്ക് വിൽപ്പന നടത്താൻ വേണ്ടിയിട്ട് ഹോർമുസ് കടൽ കടത്തി പറഞ്ഞയച്ചിട്ടുണ്ട്. 100ഓളം കപ്പലുകൾ എന്നൊക്കെയാണ് ചില റിപ്പോർട്ടിൽ പറയുന്നത്. അതിന് ഒരു കപ്പൽ ഇങ്ങനെ കടന്നു കഴിഞ്ഞാൽ ഈ 100 കപ്പൽ കടന്നിട്ടുണ്ടെങ്കിൽ അതിന് എത്രത്തോളം അവർക്ക് സാമ്പത്തിക ലാഭം കിട്ടിയിട്ടുണ്ട് എന്നതിൻ്റെ കണക്കൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞതാണ്. അപ്പോൾ അത് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്നത് ആ ഒരു സാഹചര്യം മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്തു, ഇറാൻ കെട്ടിക്ക് വെച്ചിരിക്കുന്ന കംപ്ലീറ്റ് കപ്പലുകളെയും അതിലുള്ള ഈ പെട്രോളിയം വിൽപ്പന നടത്താനുള്ള സംവിധാന കാര്യങ്ങൾ നടത്തുകയും അതിലൊരു വിജയിക്കുകയും ചെയ്തു. കൂടുതൽ പോയതും ചൈനയിലേക്കാണ് എന്ന റിപ്പോർട്ടുണ്ട്. പിന്നെ മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ ഈ തുർക്കി പോലും ഇറാൻ്റെ പെട്രോളിയം ആശ്രയിക്കുന്ന രാജ്യമാണ്, അവർക്കൊക്കെ പോയിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. ഏതായിരുന്നാലും ഇപ്പോഴത്തെ നിലവിലെ സ്ഥിതി കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന് ഇവിടെ ഒരു റോളും ഇല്ല. അതാണ് ഏറ്റവും വലിയ വിഷയം. ഇസ്രായേലിനെ വല്ലാത്ത പ്രകോപിപ്പിക്കാനുള്ള പ്രധാനമായിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് റോളും കൊടുക്കുന്നില്ല, അവർ ചർച്ച ചെയ്യുന്നില്ല. എന്നാൽ അവരുടെ പ്രശ്നം, അവരുടെ ആഭ്യന്തരമായിരിക്കുന്ന പ്രശ്നം അമേരിക്ക തീരുമാനിക്കുകയും ചെയ്യുന്നുണ്ട്. അമേരിക്ക എങ്ങനെ തീരുമാനിക്കുന്നത്? അത് ഇറാൻ പറഞ്ഞതിനനുസരിച്ചാണ്. അപ്പോൾ ഇറാൻ്റെ ചട്ടകമായിട്ടാണ് യഥാർത്ഥത്തിൽ ആര് പ്രവർത്തിക്കുന്നത്? അമേരിക്ക നിലവിൽ സാഹചര്യത്തിൽ പ്രവർത്തിക്കുന്നത്. കാര്യം മേഖലയിൽ നിലനിൽക്കണമെങ്കിൽ ഇറാനുമായിട്ട് കൊമ്പ് കോർത്തുകൊണ്ട് ഒരു കാര്യമില്ല. ഒരിക്കലും ജയിക്കാൻ പോകാത്തൊരു യുദ്ധത്തിന് മുൻപിൽ എന്തിനാണ് തങ്ങളുടെ സൈനികരെ ബലി കൊടുക്കുന്നത് എന്ന ചോദ്യം ഡെമോക്രാറ്റുകൾ തന്നെ ചോദിച്ചിട്ടുണ്ട് അമേരിക്കക്കകത്ത്. അപ്പോൾ ആ തരത്തിലാണ് ആ വിഷയ കാര്യങ്ങൾ പോകുന്നത്. അമേരിക്ക പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ എല്ലാ നയങ്ങളും നിലപാടിനോടൊന്നും അമേരിക്ക തന്നെ യോജിക്കുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ ഇതൊരു അനാവശ്യമായിരിക്കുന്ന ഒരു യുദ്ധമാണ്. അത് ഇസ്രായേലിന് വേണ്ടി ഉണ്ടാക്കിയ യുദ്ധമാണ്. അതിൻ്റെ നാശങ്ങളും നഷ്ടങ്ങളും ഇപ്പോൾ നല്ല ഭാവിയിൽ പോലും അനുഭവിക്കേണ്ടി വരിക അമേരിക്കയാണ്. അത് അനുഭവിച്ചു വരുന്നു എന്നുള്ളത് കൃത്യമാണ്. കാര്യം എന്ന് പറയാൻ 100-ലധികം അമേരിക്കയുടെ സൈനിക ബേസ് കേന്ദ്രീകരിച്ചുകൊണ്ട് അതിശക്തമായിരിക്കുന്ന ആക്രമണം ഇറാൻ നടത്തിയിട്ടുണ്ട്. പലതും പ്രതിരോധ സംവിധാനങ്ങൾ തകർക്കപ്പെടുന്ന രീതിയിലായിരുന്നു അവർ ആക്രമണം ഉണ്ടായത്. അതുകൊണ്ട് വലിയ നാശങ്ങളും വലിയ നഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ടെന്ന് മാത്രമല്ല, $300 ബില്യൺ ഇറാന് നഷ്ടപരിഹാരമായിട്ട് ഇപ്പോൾ അമേരിക്ക കൊടുക്കാൻ തീരുമാനിച്ചത്. അത് യഥാർത്ഥത്തിൽ അമേരിക്ക പറയുന്ന അമേരിക്ക ഒന്നും അല്ല, മറ്റ് വ്യവസായികളും സമ്പന്നരും മറ്റ് അറബ് രാജ്യങ്ങളും ചേർന്നിട്ടാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും വലിയൊരു ശതമാനം പണം അമേരിക്കയുടെ തന്നെയാണ്. അപ്പോൾ ഈ $300 ബില്യൺ ഇറാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ കൂടുതൽ നാശങ്ങളും നഷ്ടങ്ങളും ഉണ്ടായത് യഥാർത്ഥത്തിൽ അമേരിക്കക്കാണ്. അമേരിക്കയുടെ 100 ഇടങ്ങളിലാണ് തകർച്ച ഉണ്ടായത്. അവരുടെ കംപ്ലീറ്റ് പ്രതിരോധ സംവിധാനങ്ങളും തകർക്കപ്പെട്ടു. ഒരുപാട് വിമാനങ്ങൾ തകർന്നു, ഒരുപാട് യുദ്ധക്കപ്പലുകൾ തകർന്നു. 3 യുദ്ധക്കപ്പലാണ് വന്നത്. 3 യുദ്ധക്കപ്പലും ഇപ്പോൾ കാണുന്നില്ല. അത് USS ജോർജ് ബുഷ് വന്നു, USS അബ്രഹാം ലിങ്കൺ വന്നു, ജെറാൾഡ് ആർ ഫോർഡ് USS വന്നു. 3 കപ്പലിൻ്റെ സ്ഥിതി വളരെ ദയനീയമാണ്. അപ്പോൾ കപ്പൽ തകർക്കപ്പെട്ടു, വിമാനങ്ങൾ തകർക്കപ്പെട്ടു, കവചിത വാഹനങ്ങൾ തകർക്കപ്പെട്ടു, സൈനികർ കൊല്ലപ്പെട്ടു. നിരന്തരം ഇപ്പോൾ ആക്രമണം വിടുന്ന രീതിയിലാണ് ഇറാൻ്റെ ഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നാശങ്ങളും നഷ്ടത്തിൻ്റെയും കണക്ക് മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ അങ്ങനെ ആകുന്ന സമയത്താണ് ഇവരുമായിട്ട് വെടിനിർത്തലാണ് ഏറ്റവും ഉചിതം എന്നിടത്തേക്ക് കാര്യമെത്തത്. ഇതിപ്പോൾ ഇസ്രായേലിനെ എന്ത് ചെയ്യുന്നില്ല, ഇതിലൊന്നും ഉൾക്കൊള്ളിക്കാത്തതാണ് അവർ ഈ പ്രശ്നങ്ങൾ, ഈ ലെബനാൻ്റെ അകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കാരണം എന്ന് വിലയിരുത്തുന്നു. അപ്പോൾ അതിന് കർക്കശമായിരിക്കുന്ന ചില നടപടിക്രമങ്ങൾ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുകൂടി നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും.